ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. യോഗീന്ദ്രന്മാർക്ക് ചിത്തേ പരമസുഖമണക്കുന്ന വേദാന്ത വിത്തേ ശ്രീദേവിക്കിഷ്ടമൂർത്തേ സുകൃതി ജനമനസ്സിൻ്റെ സൗഭാഗ്യ സത്തേ. കാണുന്നോർ കണ്ണിനേറെ സുഖമുടു മരുവും നോരു വൈകുണ്ഠമൂർത്തേ. നീയൻ ചിത്തത്തിലെന്നും സുഖമുടു മരുവീടേണമെൻ കൃഷ്ണമൂർത്തേ. പൊന്നുണ്ണിക്കണ്ണാ, നിഴല് പോലെ കൂടെ നന്നേക്കണേ. നമ്മളിന്ന് ഇതാ പറഞ്ഞു വരുന്നത് ദാമോദരനായ കഥയല്ലേ. ഉണ്ണി ദാമോദരനായ കഥ. ദാമത്തിനാലുള്ളൊരു ബന്ധമൂലം ദാമോദരോ നാമ ബഭൂവ കൃഷ്ണൻ. രാമാനുജൻ താനുരലും വലിച്ചങ്ങമോദശാലി ആമോദശാലി നടകൊണ്ടു മന്ദം. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആ ദാമോദരൻ ആയ കഥയാണ്. ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നു അമ്മ. വികൃതിയുടെ കുസൃതി കൂടുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് മനസ്സിൽ ഇപ്പോൾ ആത്മകഥ വിളിച്ചു. കണ്ണാ, ഒരനക്കവുമില്ല. പക്ഷേ കൃഷ്ണൻ മുൻവശത്തൂടെ പതുങ്ങിച്ചെന്ന് പുറത്തിറങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, നിൽക്കവിടെ, നിന്റെ കുറുമ്പ് കുറെ കൂടുന്നുണ്ട്. എന്താ നീ കാണിച്ചത്? ഇനി തൈരിന് എന്ത് ചെയ്യും? ഞാൻ എവിടെ പോകും? നിനക്ക് നല്ല പ്രഹരം തന്നിട്ട് തന്നെ കാര്യം എന്ന് അമ്മ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദാമോദരൻ്റെ പിറകെ യശോദ ഓടിച്ചെന്നു. അമ്മക്ക് പിടികൊടുക്കാതെ കണ്ണനോടി. അമ്മയാണെങ്കിലോ നല്ല വെളുത്ത് തടിച്ച് ഒരു നീളം കുറഞ്ഞ ഒരു സ്ത്രീയാണ് യശോദ അമ്മ. അങ്ങനെയാണ് വർണ്ണിക്കുന്നത് അവരെ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം അവർക്ക് ഇങ്ങനെ ഓടാൻ പറ്റൂലല്ലോ. ഉണ്ണി കടുമണി ഉള്ളുന്നത് പോലെ, പയറുള്ളുന്നത് പോലെ ഒരുള്ളൂലേ വികൃതി. അങ്ങനെ ഓടി. പിന്നെ അമ്മയുടെ ആ ഒരു കഥപ്പും സങ്കടവും കണ്ടിട്ട് നിന്ന് കൊടുത്തു അമ്മക്ക്. അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ വലിയ ഞാൻ പിടിച്ചുവല്ലോ കണ്ണനാന്നൊരു ഭാവം വന്നു നമുക്ക് അന്നേരം. എന്നാലും അത് വന്നു. എന്നിട്ട് പറഞ്ഞു, ശ്വാസം കിട്ടുന്നില്ല. ആ ശ്വാസം ഇങ്ങനെ ശ്വാസം വലിച്ച് അവസാനം പറഞ്ഞു, കണ്ണ, നിന്റെ വികൃതി ഏറുന്നുണ്ട് കേട്ടോ. ഇന്നലെ വൈകിട്ടും ഗോപികമാർക്ക് ഞാൻ പാത്രം കൊടുത്തതേ ഉള്ളൂ. നീ ഉടച്ചതിന് പകരം. നിന്റെ വികൃതി ഈ പ്രകൃതിയാണ്, എങ്കിലും വളരെ കൂടുതലാണ് കണ്ണ. എന്തായാലും നിന്നെ ഇനി കളിക്കുവാൻ ഞാൻ വിടുന്നില്ല. ഇവിടുത്തെ വികൃതിത്തരം സഹിച്ചാൽ മതിയല്ലോ. ഞാൻ മറ്റുള്ള ഗോപസ്ത്രീകളുടെ വീടുകളിലൊക്കെ പോയിട്ട് കണ്ണൻ അങ്ങനെ ചെയ്തു, കണ്ണൻ പാലെടുത്ത് കുടിച്ചു, കണ്ണൻ വെണ്ണ തിന്നു, കണ്ണൻ തൈര് കുടിച്ചു, ഇതൊന്നും ഞാൻ കേൾക്കണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ തന്നെ കെട്ടി. ഇവിടെ നല്ലേ കളിക്കൂ, ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ കെട്ടിയിടാൻ പോവുകയാണെന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ ഇവിടെ കിടക്കണം. തൈര് തരൂല, പാലും തരൂല, വെണ്ണയും തരൂല. എന്നൊക്കെ ആവൂല മോനെ, എന്നെ അടിക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് പറഞ്ഞത്. എന്നിട്ടും ആ ഒരു പുത്രസ്നേഹം നിറഞ്ഞു വരുന്ന അമ്മയിൽ. ഇങ്ങനെ പറഞ്ഞ് കയറെടുത്ത് അടുത്തിരുന്നൊരു വലിയ കണ്ണനെ കെട്ടിയിടാൻ ശ്രമിച്ചു. ആദ്യം കൊണ്ടുവന്ന കയറിന് നീളം തികഞ്ഞില്ല, ഒരു മുഴം കുറവ്. യശോദ അതിലും വലിയ മറ്റൊരു കയറെടുത്ത് കൊണ്ടുവന്നു. അതിനും സ്ഥിതി പഴയത് തന്നെ, 2 അങ്കുലം കുറവെന്നാണ് പറയാ. ഒരു മുഴം പിന്നെയും കുറവ്. കണ്ണൻ്റെ മാതാവ് മറ്റൊരു കയറുമായി വന്നു. അതിനും മറ്റതിൻ്റെ ഇരട്ടി നീളമുണ്ടായിരുന്നു. പക്ഷെ കെട്ടിയപ്പോൾ അത്ര തന്നെ കുറവ്, 2 അങ്കുലം കുറവ്. യശോദ പരിഭ്രമിച്ചു. ഇതാണിത്, ഈ കുസൃതിയെ ബന്ധിക്കുവാൻ കയറിന് നീളം പോരുന്നു. ആരാണപ്പാ എൻ്റെ മകനെന്ന് സ്വയം അമ്മ മനസ്സിൽ ചോദിച്ചു. ഗർഗാചാര്യൻ്റെ വാക്കുകൾ മിന്നൽ പോലെ യശോദയുടെ മനസ്സിൽ വീണു. പ്രപഞ്ചധാതാവിനെ ബന്ധിക്കുവാൻ അല്പരായ മനുഷ്യർക്ക് എങ്ങനെ കഴിയും? ഒരു നിമിഷമേ നിന്നുള്ളൂ. അടുത്ത മുഹൂർത്തത്തിൽ യശോദ പ്രപഞ്ചത്തിൽ വെറും ഒരു അമ്മയായി, സാധാരണ ഒരു അമ്മ. ഒരു നിമിഷം അമ്മ വിചാരിച്ചു, എൻ്റെ മോൻ ത്രൈലോക്യനാഥനല്ലേ, എനിക്കാവുമോ? ഈ സാധാരണ ഒരു സ്ത്രീയായി എനിക്ക് പറ്റുമോ? അങ്ങയെ കെട്ടാൻ പറ്റൂല എന്നുള്ളൊരു ബോധം വന്നു. ഉടനെ അമ്മ സാധാരണ ഒരു അമ്മയാവുകയും ചെയ്തു.
ആ നോക്കട്ടെ, എന്നെ പൊന്തിക്കുവാനാകുമെന്ന് നോക്കട്ടെ. ആ വീട്ടിലെ ഏറ്റവും നീളം കൂടിയ കയറ് കൊണ്ടുവന്നു. അത് കെട്ടിയപ്പോൾ ശരിയായി. നിന്റെ വികൃതി ഏറിയിരിക്കുന്നു, കുറച്ചു നേരം ഇവിടെ അടങ്ങി നിൽക്ക്. യശോദ മനസ്സമാധാനത്തോടെ ഗൃഹജോലികളിൽ വ്യാപൃതായി. എനിക്കൊന്നും എവിടെയും പോയിട്ട് പറയിപ്പിക്കൂലല്ലോ ഇവൻ. ഈ തൈരും പാലും വൃത്തിയാക്കണമെങ്കിൽ തന്നെ കുറേ സമയം വേണം. ജോലിക്കാരിയൊക്കെ ഉണ്ടപ്പോൾ അമ്മക്ക്. അപ്പോൾ കണ്ണനെ പതിവ് സമയത്ത് കാണാതായപ്പോൾ ഗോപികമാർ അന്വേഷിച്ചു വന്നു. അവർക്ക് എപ്പോൾ ഉണ്ണി പോവുകയും വേണം. എന്നിട്ട് ഉണ്ണിനെ കുറിച്ച് ഇവിടെ വന്ന് പരാതി പറയും വേണം. വ്രജത്തിലെ സ്ത്രീകൾ യശോദയോട് മകന്റെ ദുർവൃത്തികൾ ചൊന്ന ശേഷം ഇടഞ്ഞ കണ്ണൻ ഭവനത്തിലേക്ക് കക്കാൻ വരാഞ്ഞിട്ടവർ തന്നെ കേണാർ. അവരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. ഉണ്ണി പോവാത്തതുകൊണ്ട് അവർക്ക് സങ്കടം വന്നു. എവിടെ പോയി, ഇന്നെന്തേ വരാതിരുന്നത്? നമ്മളെ വിരതൻ എന്നും വിചാരിച്ചിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഉരളിൽ കെട്ടിയിരിക്കുന്നുണ്ട് ഉണ്ണീനെ. എനിക്ക് യശോദയോട് പറഞ്ഞു, ഒരു കഷ്ടം, ഈ കുഞ്ഞിനെങ്ങനെ ബന്ധിച്ചതൊട്ടും യോഗ്യമായില്ല യശോദ. അരയിൽ കയറിട്ട് മുറുക്കിയത് കൊണ്ട് അവിടെ ആകെ ചുവന്ന് തിണർത്തിരിക്കുന്നു. ഇത് കടന്ന കൈയായിപ്പോയിട്ടോ. ചില ഗോപികമാർ വന്നു. കണ്ണൻ്റെ ചെകിടിൽ ബന്ധിച്ച് കിട്ടണം, കണക്കായിപ്പോയി. ഇങ്ങനെ തന്നെ വേണം, ഇത്തിരി നേരം അടങ്ങിക്കിടക്കുമല്ലോ, നല്ല രസമുണ്ട് കാണുവാനും. ഇങ്ങനെ പറഞ്ഞു ചെല്ല ഗോപിമാർ. എന്നിട്ട് അവർ കൈകൊട്ടിച്ചിരിച്ചു. കണ്ണന് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരേ സമയത്തുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. കരച്ചിലും പുഞ്ചിരിയും ഇടകലർന്ന് മേഘനിലാവ് പോലെ കണ്ണൻ ചോദിച്ചു. ഇനിയും ഇവിടെ നിന്നാൽ ഗോപികമാർ ഒന്ന് കളിയാക്കും, അതുകൊണ്ട് മാറിപ്പോയേക്കാം എന്ന് കരുതി കണ്ണൻ മുട്ടുകുത്തി മുന്നോട്ടാഞ്ഞു. ഉരൽ മറിഞ്ഞു. കണ്ണൻ മുന്നോട്ടാഞ്ഞ് ഇഴഞ്ഞപ്പോൾ ഉരലും ഉരുണ്ടു അതുവഴി വന്നു. കേശവൻ മുറ്റത്ത് ഉരലും ഇഴച്ചിറങ്ങി. ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ഉരലാവുമ്പോൾ ഇങ്ങനെ വണ്ടി പോകുന്നതാണെങ്കിൽ പോയിക്കോളുമല്ലോ. ഗൃഹജോലികളിൽ മുഴുകിയിരിക്കുന്നുണ്ട് യശോദ ഒന്നും അറിഞ്ഞതുമില്ല. ദാമോദരൻ പതുക്കെ ഇഴഞ്ഞു നീങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ രണ്ട് നീർമരുതുകൾ അടുത്തടുത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പം മനസ്സിലായി കാര്യം. കണ്ണൻ കുസൃതിച്ചിരിയോടെ അതിനിടയിലൂടെ അങ്ങ് കടന്നു. തുഞ്ചാണി തുഞ്ച് ആകാശത്തിൽ തൊടുമാറ് നീളമുള്ള നീർമരുതുകൾ അത്ര പേരുണ്ട്. മണൽപ്പരപ്പിലെ ശാഖകൾ നീട്ടി തണൽ പരത്തി ഭൂമിയെ ചുംബിച്ച് ആഹ്ലാദപൂർവ്വം അവർ നിൽക്കുന്നു. അനേകം പക്ഷികൾക്ക് അഭയം നൽകിക്കൊണ്ടാണ് ഇവർ നിൽക്കുന്ന രണ്ട് മരങ്ങൾ. കണ്ണൻ്റെ മുഖത്ത് അഭൗമമായ ഒരു ജ്വാല വിളങ്ങി. നിരതിശയമായ തേജസ്സോടെ കണ്ണൻ എന്ത് ചെയ്തു? വേഗം അങ്ങ് നടന്നു, അനായാസം നടന്നു. ഉരൽ മരങ്ങൾക്കിടയിൽ വിലങ്ങനെ തടഞ്ഞു. അത് തന്നെയാണ് ഉണ്ണിക്ക് വേണ്ടതും. ഉണ്ണിക്ക് വേണ്ടത് അത് തന്നെ. ഉണ്ണി തിരിഞ്ഞു നോക്കി. നീർമരുതുകളെയും വീക്ഷിച്ചു. കാലത്തിൻ്റെ പ്രവാഹത്തിൽ സത്യവും മിഥ്യയും ഒന്നിച്ചു. യാഥാർത്ഥ്യബോധം രൂപം കൊള്ളുന്ന ആദ്യ മുഹൂർത്തത്തിൻ്റെ ചാരുത ചാലിട്ടുകൊണ്ട് അഭൗമധാമാവായ കണ്ണൻ കയറിൽ മുറുക്കെ പിടിച്ചൊരൊറ്റ വലി, ഈ കെട്ടിയെടുത്തിങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ വലിയങ്ങ് വലിച്ചു കൊടുത്തു. പെട്ടെന്നൊരു പൊട്ടിത്തെറി കേട്ടു. ആ കൂറ്റൻ വൃക്ഷങ്ങൾ ഞെരിയുകയാണ് കേട്ടോ. കര 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 ഒച്ചയായിട്ട് ഠം. ആ കൂറ്റൻ വൃക്ഷങ്ങൾ ഞെരിഞ്ഞ് പൊട്ടി തകർന്നു. നെടുവേ കീറി കണ്ണൻ്റെ ഇരുവശത്തുമായി വീണു. രണ്ട് ഭാഗത്തും വീണു. ഉണ്ണിക്കെന്ത് പറ്റാൻ? ഉണ്ണി ആരാള്? വ്രജഭൂമിയിലെങ്ങും ആ ശബ്ദം പ്രതിധ്വനിച്ചു. എന്താണിതെന്നറിയാതെ അമ്പരന്ന് അമ്പാടിയിൽ ഞങ്ങൾ വീട്ടിന് പുറത്തിറങ്ങി. യശോദയും ചെറുഞെട്ടലോടെ എഴുന്നേറ്റു. പേടിച്ചുപോയി. എൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമോ? ഉണ്ണിയെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് എങ്ങും പോകാനാവുകയില്ലല്ലോ എന്ന് സമാധാനിച്ചു. ഈ ആശ്വാസവും യശോദയുടെ അങ്കലാപ്പും കുറച്ചു. അടുപ്പിലിരുന്ന പാല് തിളച്ച് മറിഞ്ഞതുകൊണ്ട് അത് മാറ്റാം എന്ന് കരുതി കാത്തു. അടുപ്പിൽ നിന്നും പാൽപാത്രം ഇളക്കിക്കൊണ്ട് യശോദ കണ്ണനെ വിളിച്ചു. കണ്ണനുണ്ട് വിളി കേൾക്കാൻ അവിടെ ഇല്ല. കണ്ണൻ അവിടെ ഇല്ല. കണ്ണൻ മരങ്ങൾക്ക് ചുറ്റും മുരലും വലിച്ചു നടക്കുകയായിരുന്നു. ഒരു നിമിഷത്തിനുള്ളിൽ തേജോമയരായ രണ്ട് പുരുഷന്മാർ ആ മരപ്പൊത്തുകളെന്നും പൊന്തി വന്നു. ഉണ്ണി അവർ സാകൂതം നോക്കി. ആരാ ഇവര്? എനിക്കിവർ പരിചയമുണ്ടോ ആവോ? ഹാരാദ്യാഭരണങ്ങൾ കൊണ്ട് തിളങ്ങുന്നവരും പുഞ്ചിരിയും ഭക്തിയും കലർന്ന മുഖം ദാസഭാവത്തിൽ നിർത്തിയിട്ടുള്ളവരും ഹിരൺമയ പട്ടാമ്പരം ചാർത്തിയിട്ടുള്ളവരും പ്രഭാതം പോലെ ശോഭിക്കുന്നതുമായ ആ യുവകേസരികൾ ഉണ്ണിയുടെ പാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ആദ്യന്തരഹിതനും പൂർണ്ണ കുസുമോപമനും കലാധരനും കലാപനും ആയ ആദിനാരായണമൂർത്തിക്ക് ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു എന്ന്
പറഞ്ഞുകൊണ്ട് അവർ ഉണ്ണിയെ ആ പുരുഷോത്തമനായ ഭഗവാനെ നമസ്കരിച്ചു. വിറകിൽ അഗ്നി എന്ന പോലെ ഉണർന്ന ആ രൂപങ്ങളെ ഉണ്ണിക്കണ്ണൻ അനുഗ്രഹിച്ചു. നളകൂപരനും മണിഗ്രീവനും കുബേരപുത്രന്മാരാണിവരെ. ശാപം മൂലമോ വൃക്ഷങ്ങളായി തീർന്നു പോയതാണ്. ഒരു പഴയ സംഭവത്തിന് ഇന്ന് കാലം മറുതി നൽകുന്നു. നമുക്ക് ആ പഴയ സംഭവത്തിലേക്കൊന്ന് പോയാലോ? ഇതാണ് സംഭവം. നാണം കുണിഞ്ഞൊഴുകുന്ന മന്ദാകിനി. ചെറുനുരകളാൽ കാമികൾക്ക് വശ്യഭാവം നൽകുന്നതിൽ മന്ദാകിനി ശ്രേഷ്ഠയായിരുന്നു. ഇളം ചുവപ്പുള്ള പൂഴിമണലിൽ ഇണയോടൊത്ത് വിശ്രമിക്കുന്ന മാനുകൾ മതി മന്ദാകിനിയുടെ മനോഹാരിത വിളിച്ചോതുവാൻ. മാനുകൾ മാത്രമല്ല, മനുഷ്യരുണ്ട്. കാമഭാവം വളർത്തുവാൻ ഈ തീരത്തെത്താറുണ്ട് മനുഷ്യർ. ദേവഗന്ധർവന്മാരും കിന്നരന്മാരും പത്തനത്തിലെ ആളുകളും മന്ദാകിനിയും തടം കാമത്തിൻ്റെയും രതിലാസ്യത്തിൻ്റെയും ചടുലക്കളമാക്കാറുണ്ട്. എല്ലാവരും വരും ഇവിടെ. ഒരിക്കലും ഇങ്ങനെ ഇരിക്കുക ഒരു ദിവസം വൈശ്രവണന്റെ പുത്രന്മാരായ നളകൂപരൻ മണിഗ്രീവനും സുന്ദരികളായ അപ്സരസുകളോടൊത്ത് മന്ദാകിനിയുടെ അകത്ത് മതഭരിതഭാവത്തിൽ എത്തി. സൂര്യന്റെ ഇളം ചുവപ്പ് കലർന്ന പ്രകാശം മന്ദാകിനിയിലും സൈകത പരപ്പിനും രജോഭാവം വളർത്തി. രാവിലെ സൂര്യോദയം വരുന്ന സമയത്ത് നളകൂപരനും മണിഗ്രീവനും പൂഴിമണലിൽ സുന്ദരികളായ അപ്സരസോളത്ത് വിളയാടി. ത്രിവലികളിൽ ശ്രമബിന്ദുക്കൾ പൊടിയുമാറ് അവർ നടനം തുടർന്നു. പീനസ്ഥലങ്ങളിലെ മുത്തുമാലകൾ ചിതറി. അഴിഞ്ഞുലഞ്ഞ കബരി നിതംബം മറഞ്ഞു കിടന്നു. അഴിഞ്ഞുലഞ്ഞ കബരി തലമുടി നിതംബം മറഞ്ഞു കിടന്നു. അത്രയുണ്ട്. അതൊക്കെ അങ്ങ് അഴിഞ്ഞുപോയി ഡാൻസിൻ്റെ ഇടക്ക്. ജഘനത്തിൽ കുഞ്ഞു സൂര്യൻ ഉദിച്ചു. അതിൻ്റെ ഇളം കതിരുകൾ ഇരുവശങ്ങളിലേക്ക് തുടിച്ചിറങ്ങി. മനസ്സിൽ ആന്തോളന ഭാവം നിറഞ്ഞു വന്നു. സുന്ദരികൾ അവരറിയാതെ അടർന്നുപോയ വസ്ത്രങ്ങൾ കൊണ്ട് വെള്ളിലകൾക്കുള്ളിൽ തളിരുപോലെ വിളങ്ങി. അവരുടെ വസ്ത്രം അഴിഞ്ഞതുപോലും അവരറിയുന്നില്ല. അത്രമാത്രം മനോഹരമായിട്ട് നൃത്തം വെച്ചുകൊണ്ട് തന്നെ മറന്നിട്ടുള്ള നൃത്തം എന്ന് പറയാം. നൃത്തത്തിൻ്റെ ചടുലതയുടെ അവസാന നിമിഷങ്ങളിൽ വസ്ത്രത്തിൻ്റെ നേർത്ത ഇഴകൾ പോലും അവരിൽ അവശേഷിച്ചില്ല. എല്ലാം പോയി. നീലാകാശത്തെ അമ്പരമാക്കി അപ്സരസുകൾ നാഗിനികളായി, സർപ്പങ്ങളുടെ മാതിരി അവർ. ശ്വാസത്തിൽ മണിശബ്ദം മുതിർത്തുകൊണ്ട് നളകൂപരനിലും മണിഗ്രീവനിലും അവർ പതഞ്ഞു, നുരഞ്ഞു, എരിഞ്ഞു കയറി. നഗ്നത കണ്ട് നഗ്നത നാണിച്ചപ്പോൾ തന്വങ്കികൾ അംഗങ്ങളിൽ ചന്ദ്രിക വിടർത്തി. ആർക്കുമില്ല, ഈ പുരുഷന്മാർക്കുമില്ല വസ്ത്രം, ഈ സ്ത്രീകൾക്കുമില്ല. അങ്ങനെയുള്ള ഭാവത്തിലായിപ്പോയി അവർ. സായാഹ്നത്തിൽ അവസാന ബിന്ദുക്കൾ പൂർണ്ണമായി ചുവന്നു. വൈകുന്നേരമാണ് സംഭവം, രാവിലെയല്ല. പൂക്കളുടെ അല്ലികൾ വിടർന്നു. നറുതളങ്ങൾ മന്ദം വിറച്ചു. അതിനുള്ളിൽ ആനന്ദത്തിൻ്റെ പുതുതേൻ നിറഞ്ഞു. വണ്ടുകൾ മുരണ്ട് തേനുണ്ട് ഉള്ളിലാണ്ട് കിടന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. നാഗങ്ങളുടെ ഫൂൽക്കാരമടങ്ങി. പത്തികൾ താണു. അടുപ്പമുള്ള കല്ലുകളിൽ ദംശിച്ചു വിഷമിറക്കി. ശാന്തരായവർ നഗ്നരായി തന്നെ മന്ദാകിനിയിൽ മുങ്ങി. ഇവരിങ്ങനെ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ്, വേണ്ടാത്ത പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് അവിടെ, കാണാൻ പറ്റാത്ത ഭാവം. അതൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വസ്ത്രമില്ലാതെ തന്നെ വെള്ളത്തിലിറങ്ങി. അതുമാത്രമല്ല, ഇവർ ഈ ഇങ്ങനെ എണ്ണ ചേർന്ന് കഴിഞ്ഞിട്ടെല്ലാം വെള്ളത്തിൽ പുതുവസ്ത്രവും ഇല്ലാതെ കുളിക്കുന്നത് മഹാദോഷമല്ലേ. അങ്ങനെയാണ് അവരിപ്പം വെള്ളത്തിലിറങ്ങിയത്. തണുപ്പിൻ്റെ ബിന്ദുക്കൾ അസ്ഥികൾ ഒരു ആശ്വാസത്തിൻ്റെ അലകൾ വിതച്ചു. നല്ല തണുപ്പായിരുന്നു. ഈ സമയത്ത് സായാഹ്ന വന്ദനത്തിനായി നാരദ മഹർഷി അവിടെ വന്നു. ഗംഗയിൽ വന്ദന സമയത്ത് കാമക്രീഡാലോലുപരായി നഗ്നരായി കുളിക്കുന്ന കുബേരപുത്രന്മാരെ കണ്ട് മഹർഷിക്ക് കോപം ജനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഗംഗ പവിത്രയാണ്, ഈ സമയവും പവിത്രമാണ്, സന്ധ്യാസമയമില്ലേ. എന്നാൽ ജഡചിത്തരായി നിങ്ങൾ ഗംഗയിൽ മുഴുകി, അത് പാപമാണ്. അതിൻ്റെ ഫലവും നിങ്ങൾ അനുഭവിക്കണം. ബുദ്ധിയില്ലാതെ മരങ്ങളായി നിങ്ങൾ തീരട്ടെ. നഗ്നരായി തന്നെ വർത്തിക്കുവാൻ. മരങ്ങൾക്ക് പിന്നൊന്നും ഉടുതുണിയൊന്നും വേണ്ടല്ലോ. അപ്പം നിങ്ങൾ സമാധാനമാവട്ടെ. അങ്ങനെ ശപിച്ചു. കുബേരപുത്രന്മാരുടെ കന്മഷം അവരെ വേദനയുടെ കയത്തിലാക്കി. വൈശ്രവണ സന്തതികൾ ശാപമോക്ഷത്തിന് ഇരന്നു. അവരുടെ പ്രായം കണക്കിലെടുത്ത് ശ്രേഷ്ഠനായ മഹർഷി പറഞ്ഞു, ഓരോ കാലത്തിൽ മനുഷ്യൻ ഓരോ ഭാവം അണിയാറുണ്ട്. ചിലർ അത്തരം ഭാവങ്ങൾ അതിശയോക്തിയോടെ അനുഷ്ഠിക്കാറുമുണ്ട്. നിങ്ങൾ കാണിച്ചത് അതാണ്. അതിനാൽ ശാപമോക്ഷം തരുന്നു. മരുതുവൃക്ഷങ്ങളായി അമ്പാടിയിൽ ജനിക്കുക. ദ്വാപരയുഗത്തിൽ വിരാട് പുരുഷൻ ബാലഗോപാലനായി വന്ന് നിങ്ങൾക്ക് ശാപമോക്ഷം തരും. അതുവരെ തപസ് ചെയ്ത് വർത്തിക്കണം.
ഉണ്ണി വരുന്നത് വരെ നിങ്ങൾ തപസ് ചെയ്യണം. തപസ്സാണ് നിങ്ങൾക്ക്. ഈ മരത്തിൻ്റെ രൂപത്തിൽ നിങ്ങളോട് തപസ് ചെയ്യണം. നിങ്ങൾ ദൈവത്തിനെ മറന്നുകൊണ്ടല്ലേ ഇത്രയും നേരം കളിച്ചത്. അതുകൊണ്ടാണത് ഈ ശാപം. ഇങ്ങനെ ശാപമോക്ഷം പറഞ്ഞ് അവർ തപസ്സിലാണ്ട് നിന്നു. കൃഷ്ണൻ അവർക്ക് ശാപമോക്ഷം. ഈ അമ്പാടിയിലെ നന്ദഭവനത്തിൻ്റെ അടുത്താണ് രണ്ട് മരങ്ങളായിട്ട് അവർ ആയത്. അരൂപികളായ അവർ അനന്തതയിൽ മറഞ്ഞു. ശാപമോക്ഷം കിട്ടിയപ്പോൾ ഒരൊറ്റ പൊക്കം മുകളിലോട്ട്. മരങ്ങൾ മറിഞ്ഞ ശബ്ദം അമ്പാടിയെ കുലുക്കി ഉണർത്തി. ഭയവിഹ്വലരായ എല്ലാവരും പുറത്തിറങ്ങി. എന്ത് സംഭവിച്ചു എന്നറിയാതെ പതറി. മരങ്ങൾ വീണതാണെന്നറിഞ്ഞ് എല്ലാവരും അങ്ങോട്ട് വാങ്ങി. പണ്ടേ അവിടെ നിൽക്കുന്ന മരങ്ങളാണവ. അമ്പാടിയിൽ ഇന്നത്തെ തലമുറ ഉണ്ടായി വന്നതിന് മുമ്പേ ഉണ്ടാ മരങ്ങളും. പൂതളിച്ച വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നന്ദഗോപൻ നേരത്തെ കരുതിയതാണ്. തലമുറകളുടെ പഴക്കമുള്ളതുകൊണ്ട് ആ തീരുമാനം മാറ്റിവെച്ചു. ഇപ്പോൾ അത് മറിഞ്ഞു വീണു. കാറ്റുപോലുമില്ലാതെ ആ മരങ്ങൾ വീണതിലാണ് എല്ലാവർക്കും അതിശയം. മുറിക്കണം എന്ന് നന്ദഗോപര് വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നന്ദഗോപര് വിചാരിച്ചത് മുറിച്ചു മാറ്റാൻ പറ്റൂല. അവർക്ക് ശാപമോക്ഷം കിട്ടണ്ടേ. അതിന് ഉണ്ണീരെ പദസ്പർശം അല്ലെങ്കിൽ കരസ്പർശം ഇതൊക്കെ തന്നെ വേണ്ടേ. അങ്ങനെയാണ് അത് മുറിക്കാൻ അദ്ദേഹത്തിന് തോന്നിച്ചില്ല. ഇപ്പോൾ എല്ലാവർക്കും അത്ഭുതം. കാറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ടട്ടപ്പെട്ടോന്ന് രണ്ടും വീണത്. നന്ദഗോ കാറ്റ് പോലെ എത്തി. പി.ടി. ഉഷനെ തോപ്പിക്കുന്ന രീതിയിലെത്തി നന്ദഗോപര്. മരത്തിന് ചുറ്റും ഉരലുമായി ഇഴയുന്ന കുമാരനെ കണ്ട് ഉള്ളു പിടഞ്ഞ് അദ്ദേഹം അടുത്തെത്തി. ഉണ്ണിക്കൊരപകടവും സംഭവിച്ചിട്ടില്ലെന്ന് കണ്ട് സമാധാനിച്ചു. ഓടി വന്ന് നോക്കുമ്പോൾ ഉണ്ണി ഇങ്ങനെ ഉരലും വലിച്ചുകൊണ്ട് ഇങ്ങനെ ആന വിളിക്കുന്നു. അപ്പോൾ വേഗം സന്തോഷമായി. എൻ്റെ മോനൊന്നും പറ്റിയിട്ടില്ലല്ലോ പാന്ന് വെച്ചു. കൃഷ്ണൻ്റെ അരയിൽ നിന്നും കെട്ടുകൾ അഴിച്ചു മാറ്റിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഉണ്ണി എന്നെ ആരാണ് കെട്ടിയിട്ടത്? ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ എൻ്റെ പൊന്നുമോനെ? മൃഗങ്ങളെ പോലെ ഈ പ്രായത്തിൽ കെട്ടിയിടാറില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞു. ബന്ധനം മാറ്റി മകനെ എടുത്തു ശിരസിൽ മുകർന്നുകൊണ്ട് നന്ദഗോപൻ തിരിഞ്ഞു. അനേകം ആളുകൾ ചുറ്റും എത്തി. ഉണ്ണിക്ക് വല്ലതും സംഭവിച്ചോ? എല്ലാവരും ഉദ്യോഗത്തോടെ അന്വേഷിച്ചത് അതാണ്. ഏത് ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. അപ്പോഴേക്കും യശോദ ഓട്ടിക്കൊണ്ടുവന്നു. യശോദ കണ്ണൻ്റെ ശബ്ദം കേൾക്കാതിരുന്നപ്പോൾ യശോദ പൂമുഖത്തെത്തി. ഉരലിൽ ബന്ധിച്ചിരുന്ന കണ്ണനെ കണ്ടില്ല. ഉരലുമില്ല. അനേകം ഗോപന്മാർ ഓടിപ്പോകുന്നു. ഉണ്ണിക്കുട്ടൻ അവിടെ എങ്ങാനും പോയിരിക്കുമോ എന്തോ ഉള്ളൊന്നു കാളി. യശോദ ഒറ്റ ഓട്ടത്തിന് നന്ദഗോപൻ്റെ മുന്നിലെത്തി. നന്ദഗോപൻ യശോദയൊന്ന് നോക്കി. ആ കണ്ണുകളിൽ അപ്പോഴെന്തായിരുന്നു? സ്നേഹഭാവമല്ല, അഗ്നി, ജ്വലിക്കുന്ന അഗ്നിയായിരുന്നു നന്ദഗോപൻ്റെ ആ കണ്ണിൽ. ആ സമയത്ത് നന്ദൻ്റെ കോപം യശോദയിൽ വിഷമത്തിൻ്റെ അഗാധത വളർത്തി. തെല്ല് പരിങ്ങലോടെ യശോദ പറഞ്ഞു, ആ നോട്ടം മതിയായിരുന്നു എല്ലാറ്റിനും. യശോദ പറയുന്നു, ഇങ്ങനെയൊന്നും ഭവിക്കുമെന്ന് കരുതിയിട്ടില്ല ഞാൻ. പശുവിനെ പോലെ ആരെങ്കിലും മനുഷ്യനെ ബന്ധിക്കുമോ? അങ്ങനെ ചോദിച്ചു നന്ദഗോപര്. ഗോപരെ വാക്കുകൾ യശോദയിൽ ചകിതഭാവം വളർത്തി. പേടി വന്നു. ഇത് മനസ്സിലാക്കിയ കണ്ണൻ പറഞ്ഞു, അച്ഛാ, അമ്മ തന്ന വെണ്ണ വിഴുങ്ങി തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നു. ഉരല് വലിച്ചിട്ടും പോയില്ല. ചൂട് പാല് കുടിച്ചാൽ പോകും അച്ഛ. വേഗം കാച്ചിയ പാല് തരുവാൻ പറയൂ അമ്മയോട് എന്ന് പറഞ്ഞു ഉണ്ണി. അമ്മനെ ദേഷ്യപ്പെടുന്നേറ്റാണ് അതിൻ്റെ ഇടക്ക് കയറിയൊരു സൂത്രം പ്രയോഗിച്ചത്. മണിക്കുട്ടൻ്റെ വാക്കുകൾ മാതാവിൽ വിഷാദമേറ്റി. ചുടെ കണ്ണുനീർ വീഴ്ത്തി അവർ കണ്ണനെ എടുത്തു. കണ്ണുനീർ കൊണ്ട് കാഴ്ച മുങ്ങിയ യശോദ കണ്ണനുണ്ടായ ആപത്തിനെ കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് ചുറ്റും നിൽക്കുന്നവരെ പോലും കണ്ടില്ല. ആരും കണ്ടില്ല. കണ്ണിലിങ്ങനെ നിറഞ്ഞ് ഒഴുകുകയെന്ന് കണ്ണ് വെള്ളം. അപ്പം ആരും നോക്കാതെ ഉണ്ണിനടുത്തിട്ട് പോയി. അപ്പം ഭർത്താവിൻ്റെ കോപം വിഷാദത്തിൻ്റെ അഗ്നിയിൽ എണ്ണയായി. നമുക്ക് പോകാമേ ഉണ്ണി പറഞ്ഞു. കണ്ണൻ കെഞ്ചി. അവർ നടന്നു. മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ നിർദ്ദേശം നൽകിയിട്ട് നന്ദഗോപനും പിന്നാലെ എത്തി. ഗോപന്മാർ പിരിഞ്ഞു. കണ്ണൻ്റെ ദേഹത്ത് മരങ്ങൾ വീണിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കേ വേണ്ട, ഗോപന്മാർ പറയുന്നു. ഗോപന്മാർ പരസ്പരം പറഞ്ഞു, കണ്ണൻ യദുവംശത്തിൻ്റെ ഉദ്ധാരകനല്ലേ, നമ്മുടെ രക്ഷകനല്ലേ. അദ്ദേഹം അതീതനാണ്, സർവജ്ഞനാണ്, സർവാധികതനാണ്. അങ്ങനെയുള്ള യുഗപുരുഷനെ അതിക്രമിക്കുവാൻ ആർക്ക് കഴിയും? അപ്പോൾ ഈ ഗോപന്മാരുടെ മനസ്സിലും കൂടി ഉണ്ണി സാധാരണ ഒരാളല്ല എന്നുള്ളൊരു ഭാവമുണ്ട്. എപ്പോഴും എന്തെങ്കിലും കുസൃതി കളിച്ചാൽ ആ ഒരു ഭാവമുണ്ട് അവർക്ക്. അങ്ങനെ ആശ്വാസം മനസ്സിൽ വളർത്തിയിട്ട് അവരും പിരിഞ്ഞു. അങ്ങനൊന്നും ചിന്തിക്കലേ, ഉണ്ണിക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ ഒരു ദിവസം ഇപ്പോൾ ദുർവാസാവിൻ്റെ ഒരു വരവുണ്ട്.
ശ്രീഹരി അമ്പാടിയിൽ ബാലഗോപാലനായ ലീലകളാടി വളർന്നുകൊണ്ടിരിക്കെ ഗോപികമാർ കണ്ണനെ ഭർതൃഭാവത്തിൽ തന്നെ കണ്ടു. ഉണ്ണിയത്രേ ശിവർക്ക് തൻ്റെ ഭർത്താവാണ്, തൻ്റെ രക്ഷകനാണെന്നുള്ളൊരു ഭാവത്തിലേക്ക് അവരെത്തി. യുവാവായ ഒരാളുടെ അടുത്ത് വിജനതയിലെത്തുന്ന യുവതിയുടെ മനോഭാവമായിരുന്നു ഗോപികമാർക്ക്. അവർ ഊഴം വെച്ച് കണ്ണനെ എടുത്തു. മൃദുലമായ കണ്ണൻ്റെ ശരീരം മാറിൽ ചേർത്തു. യൗവനാരൂഢന ഒരു പുരുഷൻ്റെ ബലത്ത മാറിടം വികനസ്ഥലങ്ങളിൽ ഉലസുമ്പോഴുള്ള ആ ഹൃദയ ഐക്യമാണ് അവരിൽ ആ നിമിഷം വളർന്നത്. അവരുടെ സന്തോഷത്തിനായി കണ്ണൻ കുത്തക്കേടാർന്ന് കളിക്കുന്നു. മുല കുടിക്കുകയും ത്രിവലികളിൽ മൃദുവിരലുകൾ അമർത്തുകയും ചെയ്തു. ഉള്ളുപിടഞ്ഞ ഗോപികമാർ ആത്മാവിൽ കാമപ്പൂക്കളുമായി കണ്ണനെ കൈമാറി മാറി മാറി എടുത്തു. എന്തല്ലോ കളിക്കാൻ തുടങ്ങി അവരോട്. ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം ദുർവാസാവ് മഹർഷി ഗർഗാചാര്യന്റെ ഭവനത്തിലെത്തി. ഗർഗാചാര്യന്റെ അടുത്തേക്കാണ് വന്നത് ദുർവാസാവ്, നന്ദഗോപന്റെ അടുത്തേക്കല്ല. ഉപചാരപൂർവ്വം ബഹുമാനത്തോടെ മഹർഷി ആചാര്യൻ സ്വീകരിച്ചെടുത്തു. അവരെന്നിട്ട് കുശല പ്രശ്നത്തിലേക്ക് കടന്നു. ഗർഗൻ ചോദിച്ചു, അമ്പാടിയിലേക്കാണോ? അമ്പാടിയിൽ പ്രത്യേകിച്ച് ചോദിച്ചു. ആര്? ദുർവാസാവ്. അമ്പാടിയിൽ എന്താ പ്രത്യേകിച്ച് വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. നേതുകുലത്തിന്റെ രക്ഷയിലൂടെ പ്രപഞ്ച പൂർണ്ണതയ്ക്കു വേണ്ടി വിരാട് പുരുഷൻ നീലമേഘ ശ്യാമള വർണ്ണന ജനിച്ചിരിക്കുകയല്ലേ അമ്പാടിയിൽ. വസുദേവ നന്ദനനായി നന്ദഗോപന്റെ വളർത്തമകനായി അമ്പാടിയിൽ ലീലകളാടി വാഴുന്നുണ്ട്. പൂതന, തൃണാവർത്തൻ എന്നിവർക്ക് മോക്ഷം നൽകി കഴിഞ്ഞു. അരിമഥനനായി മധുസൂദനൻ അമ്പാടിയിലുണ്ട്, കണ്ടു വന്ദിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയോ? എങ്കിൽ അമ്പാടി വരെ. അവർ സംഭാഷണത്തിൽ മുഴുകി. ഗർഗന് കണ്ണൻ്റെ ലീലകൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ദുർവാസാവ് ചിന്തിച്ചു. പരമ്പൊരുൾ അകമ്പൊരുളായി അവതരിച്ചെന്നു. അങ്ങനെ വരികയില്ല. ഈ ഗർഗൻ ആ കുഞ്ഞിൻ്റെ കളിയിൽ മയങ്ങിക്കാണും. അത് തന്നെ ഇങ്ങനെ പറയുവാൻ കാരണം എന്ന് വിചാരിച്ചു അരി ദുർവാസാവ്. ആ കളിയിൽ മയങ്ങിപ്പോയിട്ടാണ് പരമ്പൊരുൾ എന്നെല്ലാം പറയുന്നത് എന്ന് വിചാരിച്ചു. 3 വയസ്സുള്ളൊരു ബാലൻ്റെ കർമ്മമല്ലല്ലോ പറയുന്നതൊന്നും. എല്ലാം അത്ഭുതോക്തികൾ, അതിശയോക്തികൾ തന്നെ. ഇങ്ങനെ ചിന്തിച്ച് മഹർഷി അമ്പാടിയിലേക്ക് നടന്നു. ആചാര്യനെ കൂട്ടിയതുമില്ല, ഒറ്റക്കന്നെ പോയി. ദുർവാസാവ് എഴുന്നള്ളുന്നെന്ന് കേട്ടതേയുള്ളൂ. ഗോപന്മാർക്ക് തുള്ളുവാൻ തുടങ്ങി. പേടിച്ചിട്ട് ചെറിയൊരു കാര്യം മതി ശപിക്കാൻ. അഹിതം ചെറുത് മതി, ശാപത്തിൻ്റെ ശിക്ഷ ഇരട്ടിയാണ്. അയാളെ പ്രീതനാക്കുവാൻ ആരെക്കൊണ്ട് കഴിയും? പക്ഷേ നന്ദഗോപനും മറ്റുള്ളവരും യാതൊരഹിതവും വരാതെ മഹർഷി എതിരേറ്റു. ദുർവാസാവ് പറഞ്ഞു, യമുനാതീരത്ത് ഞാൻ കുറച്ച് ദിവസം ഉണ്ടാവും. എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ. യമുനയുടെ കരയിൽ പർണശാല ഉയർന്നു. വരിനെല്ല് തൂകി പരിസരം പവിത്രമാക്കി. യാഗാഗ്നി ഉയർന്നു. അമ്പാടിയിൽ ഹോമത്തിൻ്റെ പരിശുദ്ധഗന്ധം നിറഞ്ഞു. യമുന പുളകം കൊണ്ടു. ഭൂമിദേവി ആനന്ദഗാത്രിയായി. ഇങ്ങനെ നല്ല നല്ല കാര്യം ചെയ്യുമ്പോൾ ഭൂമിദേവിക്ക് പരമസന്തോഷമാണല്ലോ. ആദ്യ ദിവസം തന്നെ യശോദയും നന്ദനും കണ്ണനെ യാഗശാലയിൽ കൊണ്ടുവന്നു. കേശവനെ കണ്ടയുടൻ ഹോമാഗ്നി താണു കത്തി. പർണശാലയിൽ മന്ദമാരുതൻ വീശി. യമുനയുടെ ചിറ്റോളങ്ങൾ പർണകുടീരം വരെ എത്തി. ഉണ്ണിനെ കാല് കഴിക്കാൻ വേണ്ടിയിട്ട്. മഹർഷി കണ്ണനെ ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ധ്യാനത്തിലായിരുന്നു. പിറ്റേന്ന് പ്രഭാതം കഴിഞ്ഞു. കണ്ണനും കൂട്ടുകാരും കളിവിരുതിന് പുറത്തിറങ്ങി. അവർ പർണശാലയുടെ മുറ്റത്തേക്കാണ് നടന്നത്. അവിടെ എത്തും മുമ്പ് കണ്ണൻ്റെ ശരീരം മുഴുവൻ ചെളി പറ്റി. വസ്ത്രത്തിലും ചെളി തന്നെ. എന്നാലും ഓടക്കോളുമായി കണ്ണനും കൂട്ടരും ആശ്രമത്തിൻ്റെ മുമ്പിലെത്തി. ഗോപകുമാരന്മാർ ഭയന്നു. അവർ അറിഞ്ഞു വെച്ചിട്ടുണ്ട്, ദുർവാസാവ് മുൻകോപിയാണ്, ആരെയും ശപിക്കും, കുറ്റം ചെറുതു മതി. അതുകൊണ്ടാണ് ബാലന്മാർ പരിങ്ങിയത്. കണ്ണൻ ഭയന്നതൊന്നുമില്ല, അദ്ദേഹത്തിനാ ഭയമെന്ന വികാരം അറിയില്ലല്ലോ. കേശവനും കൂട്ടുകാരും മുറ്റത്ത് വന്നു. ഗോപാലന്മാർ ഒതുങ്ങി മാറി നിന്നു. കണ്ണൻ പർണശാലയുടെ വിരിയുയർത്തി ധ്യാനനിഷ്ഠനായിരിക്കുകയാണ് മഹർഷി. അദ്ദേഹം ധ്യാനത്തിൽ ചിന്തിച്ചത് ഇതാണ്: കേശവൻ എന്ന ബാലൻ അവതാരമോ നന്ദൻ്റെ മകൻ തന്നെ ആയിക്കൂടെ? അതാവാനാണ് ഏറ്റവും ശരി. അതിന് പകരം ദൈവകൽപ്പന നൽകിയത് ഗർഗനായിരിക്കും. എന്തായാലും പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് ധ്യാനത്തിലിരിക്കുന്ന അദ്ദേഹത്തിന് അവിടെ വിട്ടും വെച്ച് നമുക്ക് നാളത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഉണ്ണിയുടെ കഥ പറയുന്നത് അവിടെ ധ്യാനത്തിലിരുന്നിട്ട് ഭഗവാനെ ശരിക്കും മനസ്സിലാക്കട്ടെ അദ്ദേഹം. കണ്ണാ നിന്നുടെ രൂപമെന്നും ഇവൻ കണ്ണിൽ തെളിഞ്ഞിടണം, കേൾക്കേണം തവ നാമമെന്നും ഇവൻ
കാതിൽ മനോജ്ഞാകൃതി ഉണ്ണീ നിൻ പദപൂജയെന്നും ഇവൾ തൻ കയ്യാലെ ചെയ്തിടണം എന്നും മറ്റൊരു കാര്യമില്ല ഭഗവൻ നിന്നോടുണർത്തിയിടുവാൻ. ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.